ഇങ്ങോട്ടൊന്ന് നോക്കി. എന്താണിത് വായിക്കുക? ഈ അക്ഷരം എന്താണ്? യെസ്, ബാ. എന്താണ്? ബാ അല്ലേ? ഓക്കെ. ഈ അക്ഷരം ഇവിടെ വെച്ചാൽ ഇപ്പൊ എന്താ ഓക്കെ. ഇപ്പോഴോ ബു. ബു. യെസ്, വെരി ഗുഡ്. ഇപ്പൊ എന്ത് വായിക്കും? ഡി. നമ്മോട് വായിച്ചേ ഡി. വെരി ഗുഡ്. ഇനിയോ? കേട്ടില്ല. ബ്. ബ്. ഓക്കെ, ഗുഡ്. ഇത് ബ് എങ്ങനെയാണ് അല്ലേ? രണ്ട് ചിഹ്നങ്ങളുണ്ട്. ഇതുപോലെ ഇടാം, ഇതുപോലെ എഴുതാം. രണ്ടും എഴുതിയാലും എന്താ വായിക്കേണ്ടത്? ബ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇതെന്താ വായിക്കുക? ബൻ. ബൻ അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി ഇതെന്താണ്? ബിൻ. ബിൻ. ഇതോ? ബുൻ. ബുൻ. അപ്പൊ ഇതോ? വെരി ഗുഡ്. എന്താ വായിക്കുക? ബുൻ എന്ന് തന്നെയാണ് അല്ലേ? ഇതുപോലെ രണ്ട് ലമ്മകളിട്ടാൽ ബുൻ എന്ന് വായിക്കും. അതുപോലെ തന്നെ ഒരു ലമ്മയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബുൻ. അപ്പൊ ഇനി ഇതെന്താ വായിക്കുക? ബാ. എന്താ വായിക്കുക? ബാ. ഓക്കെ, വെരി ഗുഡ്. ഇതോ? ബൂ. എന്താ വായിക്കുക? ബൂ. യെസ്, നെക്സ്റ്റ്. ഇതോ? ബി. ബി. എന്താ വായിക്കുക? ബി. ഒന്നുകൂടെ വായിച്ചേ. ഇതെന്താണ്? ബാ. ഇതോ? ബൂ. ഇതോ? ബി. ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടികളാണ്. എല്ലാവരും വായിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, അള്ളാഹു എല്ലാ കുട്ടികളെയും നല്ല കുട്ടികളാക്കി തരട്ടെ. നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ഉസ്താദുമാർക്കൊക്കെ നല്ല ആയുസ്സും ആരോഗ്യവും അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.